ദ നെയിംസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ നാമങ്ങൾ. ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങൾ പാർട്ട് 2 ആയിട്ട് ഇത് വരും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. അതായത് കർത്തൃപ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത്, കർത്താവ് ഇങ്ങോട്ട് പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പനെ അഡ്രസ്സ് ചെയ്യാണ്. നിൻ്റെ നാമം, പിതാവിൻ്റെ നാമം എന്തെന്ന് അറിയാതെ നമ്മൾ എന്തെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ പിതാവിൻ്റെ നാമം അറിയണം, പുത്രൻ്റെ നാമം അറിയണം, പരിശുദ്ധാത്മാവിൻ്റെ നാമം അറിയണം. അപ്പോൾ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പലയിടങ്ങളിലായിട്ട് പിതാവിൻ്റെ നാമത്തെ നമുക്ക് ദൈവമാരെന്ന് മനസ്സിലാക്കുന്ന പല പേരുകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെടുത്തത് കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഈ ലോഹീം, ദൈവം, ഗോഡ്, ദൈവം എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. ഒരു ദൈവം, അവൻ ഏകസത്യ ദൈവമാണ്. ആ ദൈവമാണ് ഉൽപ്പത്തിയിൽ 1 തുടങ്ങി ആദിയിൽ ദൈവം. ആ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവസാനവും ദൈവത്തിൽ തന്നെയാണ് പൂർത്തീകരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതം, ഒരു മനുഷ്യൻ്റെ ഭൂമിയിലുള്ള ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ദൈവത്തിലായിരിക്കണം. അതാണ് എലോഹിം, അവൻ നമ്മുടെ ദൈവമായി. ഇന്നെടുക്കുന്ന പേര് യഹ്വേ, യാഹ്വേ, YHVH എന്ന് യഹൂദന്മാർ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. യഹ്വേ മീൻസ് ദ ലോഡ്, അതായത് അധികാരമുള്ള ഒരാളെ കുറിച്ച്, ലോഡ്ഷിപ്പ്. അതായത് നമ്മൾ ലാൻഡിൻ്റെയൊക്കെ ലാൻഡ് ലോഡെന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ലോ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ, ഇംഗ്ലണ്ടിലെ നിയമത്തിനനുസരിച്ച് നമ്മൾക്കാർക്കും നമ്മുടെ സ്ഥലം നമ്മുടേതാക്കാനൊക്കത്തില്ല. വി ആർ ഗിവൺ ടൈം എ ലീസ്ഫുൾ റൈറ്റ്, നമ്മൾ ഉടമ്പടി പോലെ നമുക്ക് തരികയാണ്. പക്ഷേ രാജാവാണ് ഇംഗ്ലണ്ടിലെ സകല സമ്പത്തിൻ്റെ ഉടമസ്ഥൻ, ആണ് അവിടുത്തെ നിയമം. നമുക്ക് ആധാരം എഴുതി നമ്മുടേതാക്കാൻ നോക്കും, അവിടെ അത് സാധിക്കത്തില്ല. അതുപോലെ ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥൻ ദൈവമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ കുറച്ച് നാളിത് ഉപയോഗിക്കുന്നു, അല്ല നമ്മളിത് മരിച്ചു പോകുമ്പോൾ ഇത് പൊക്കി എടുത്തോണ്ട് സ്വർഗത്തിൽ പോകത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഭൂമിയുടെയൊക്കെ കസ്റ്റോഡിയൻ, അല്ലെ നോക്കുന്നവൻ, കാര്യസ്ഥൻ എന്നൊക്കെയുള്ള പേരിടാം, അതാണ് ബെറ്റർ. അതുകൊണ്ട് യഹ്വേ മീൻസ് ദ ലോഡ്. യഹ്വേ ദ മീനിങ്, ദ ലോഡ് എന്നുള്ളത് മനസ്സിലാക്കിച്ചു കൊടുത്തത് ദൈവം തമ്പുരാൻ മോശയോടാണ്. മോശയെ വിളിക്കുമ്പോൾ മോശയോട് പറയുകയാണ്, ഫറവോൻ്റെ അടുക്കിലേക്ക് പോയിട്ട് തൻ്റെ ജനതയെ, ദൈവജനതയെ രക്ഷിക്കാനായിട്ട്. ഇസ്രായേൽക്കാർ മിസ്രൈമിൽ നിന്ന് 450 വർഷത്തോളം അടിമത്വത്തിലിരുന്നവർ, അതായത് ദൈവത്തിൻ്റെ സത്യത്തിൽ നിന്ന് മറച്ചു വെച്ച് അവർ രാജ്യവും ദേശവും ഭാഷയും ഇല്ലാതാക്കി, ഒന്നുമില്ലാതാക്കാം. ദൈവജനത എവിടെ നിൽക്കുന്നു അവിടെ പ്രശ്നമുണ്ട്. അപ്പോൾ അവരെ ഇവിടുന്ന് രക്ഷിക്കാൻ ടൈമായപ്പം മോശ പ്രിപ്പയർ ചെയ്യുകയാണ്, മോശയെ പറഞ്ഞ് പഠിപ്പിച്ച് വിടുകയാണ്. മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെറുപ്പത്തിൽ വളർന്നതുകൊണ്ട് ഫറവോൻ്റെ രീതി മുഴുവനും ദൈവത്തിന് അറിയാമെന്ന്. അപ്പോൾ എത്രയോ കാര്യം നേരത്തെ ദൈവം കണ്ടിട്ടാണ് ഓരോ വ്യക്തിയുടെ ചെറുപ്രായത്തിൽ അവർ ചില പ്രയാസത്തിൽ കൂടെ പോകുന്നത്, ചില കാര്യങ്ങളിൽ അവരെൻ്റെ ഒരു വെഞ്ചർ ചെയ്യുന്നത്, ചിലതിൽ അവർ പരാജയപ്പെടുന്നതൊക്കെ അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ ദൈവത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. മോശയെ വിളിച്ച് ദൈവം പറയുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. മോശയ്ക്ക് പേടിയാണ്. മോശയ്ക്ക് ഫറവോൻ ആരെന്നറിയാം. അന്നത്തെ ഏറ്റവും വലിയ, ഇന്ന് നമ്മൾ പ്രസിഡൻറ്റിനും രാജാവിനും എതിരായിട്ടൊക്കെ വേണ്ടാത്തത് പറയുന്ന ആൾക്കൊണ്ട് അന്ന് പറയാനൊക്കത്തില്ല, പറഞ്ഞാൽ അവിടെ തലപോവും. ആകൊരു കാലമാണ്. അപ്പോൾ ഈ ഫറവോനെതിരായിട്ടൊന്നും പറയാനൊക്കത്തില്ല. ഫറവോൻ യാത്ര ചെയ്യുമ്പം ഒരു മനുഷ്യൻ ഫറവോനെ നിവർന്ന് നോക്കത്തില്ല. അങ്ങനെയുള്ള ഒരു കാലത്തിൽ മോശയോട് ദൈവം പറഞ്ഞാണ്, നീ പോയി ഫറവോനോട് പറ, എൻ്റെ ജനതയെ തിരിച്ചുവിട്, എൻ്റെ ദൈവത്തെ സ്തുതിപ്പാൻ, അതായത് എന്നെ സ്തുതിപ്പാൻ അവരെ പറഞ്ഞു വിട് എന്ന് പറയുമ്പോൾ മോശയ്ക്ക് പോകാൻ പേടിയാണ്. മോശ പലതും പറഞ്ഞു നോക്കി, എനിക്ക് നാവ് ശരിയല്ല, വിക്കുണ്ട്, അതായത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ദൈവം പറഞ്ഞു ഞാനല്ലേ എന്ന്. അപ്പം അവസാനം മോശ സമ്മതിച്ചു കഴിയുമ്പം പറയുന്ന ഒരു ഭാഗമാണ് ഈ യഹ്വേ എന്നുള്ള ഭാഗം. പുറപ്പാടിന് 3:13-14. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് ദൈവം പറയുന്നു. അതായത് നീ പോയിട്ട് ജനതയെ തിരിച്ചു കൊണ്ടുവരും, ഈ മലയിൽ വെച്ച് തന്നെ നീ എന്നെ വീണ്ടും ആരാധിക്കും. എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ? ഇപ്പം നമ്മൾ പറയത്തില്ല മക്കളോട്, നീ ആ സ്കൂളിലോട്ട് പോയിക്കോ, ഞാൻ അവിടെ സ്കൂളിൽ നിന്നെ പറഞ്ഞു വിടും. വൈകിട്ട് 4 മണിയാകുമ്പോൾ സ്കൂൾ തീരുമ്പം ഞാൻ അവിടെ 4 മണിക്ക് സ്കൂളിൻ്റെ പുറത്ത് കാവലി നോക്കിയിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതല്ലേ. ചിൽഡ്രൻ നോസ് ഇറ്റ് ബിക്കോസ് വി ആർ പ്രോംപ്റ്റ് ആയിട്ടുള്ള അപ്പനും അമ്മയും അത് ചെയ്തിരിക്കും. അതുപോലെ സ്നേഹത്തിലാണ് ഇവിടെയും ദൈവം പറഞ്ഞു കൊടുക്കുന്നത്. മോശയോട് നീ പൊയ്ക്കോ,
ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പോവുക തന്നെയല്ല, ഈ ജനത എല്ലാത്തിനും തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് നീ എന്നെ സ്തുതിക്കുമെന്ന്. ആ ഒരു അഷ്വറൻസ് തന്ന് വിട്ടിട്ട് അങ്ങനെയല്ലേ നമ്മൾ ഓരോ യാത്രയ്ക്കും പോകുന്നത്? ആണോ? നമ്മുടെ മക്കളെ പറഞ്ഞു വിടുന്നത് അങ്ങനെയല്ലേ? ഇപ്പം നമ്മൾ ഓരോരുത്തർ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക, പ്രാർത്ഥിച്ച് പിന്നെ പഠിക്കാൻ വിടുന്നു, കല്യാണം കഴിപ്പിച്ച് വിടുന്നു, കുഞ്ഞുങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ഓരോ എക്സ്കർഷൻ വിടുമ്പോഴൊക്കെ നമ്മളവരെ ദൈവത്തെ ഏൽപ്പിച്ച് വിടുന്നതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. അല്ലെ എങ്ങനെ തിരിച്ചു വരും? കർത്താവിനോട് മോശ തിരിച്ചു പറഞ്ഞു, ഞാനെന്ത് പറയണമെന്ന്. മോശ അപ്പം ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് ഇസ്രായേൽ മക്കൾ ചോദിക്കുമ്പോൾ, ചുറ്റുകാരുമല്ല തൻ്റെ ജനത തന്നെ ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിക്കുന്നു. മോശ ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് നീ എന്നെ പറഞ്ഞു വിട്ടെന്നും പറഞ്ഞ് എന്നെ വിടുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നിൻ്റെ കാര്യം നീ വലിയ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നിൻ്റെ പേരെന്താന്ന് അറിയണ്ടേ? പേരറിയാത്തൊരു 10 പേര് റോഡിൽ കൂടെ പോവുക, പേരറിയാമെങ്കിൽ അറിയത്തില്ല, എങ്ങനെയാണ് ഒരാളെ വിളിച്ചു മാറ്റും? പേരറിയണം എന്നുള്ള നിർബന്ധമാണ്. എന്ത് പേര് ചോദിക്കും. മോശയ്ക്ക് അത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ മോശയോട് ദൈവം, അതിന് ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ദൈവത്തിനല്ലാതെ ഒരാൾക്കും ഞാനാകുന്നവൻ ഞാനെന്ന് പറയാനൊക്കത്തില്ല. ഞാൻ ആരാണ്? എന്നെ മനസ്സിലാക്കാനൊക്കത്തില്ല. കാരണം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളതിന് അതിൻ്റെ വ്യാപ്തി ഈ ലോകത്തിൽ വെച്ച് പഠിച്ചാൽ തീരത്തില്ല, സ്വർഗ്ഗലോകത്തിൽ ചെന്ന് കഴിഞ്ഞാലും പഠിച്ചാൽ തീരാത്ത ഒരു ദൈവത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ദൈവം ആരേ എന്ന് അയാമെന്നുള്ളത് ദൈവം കാണിച്ചു തരുമ്പോൾ മോശയ്ക്ക് അല്പം ബലം കിട്ടുകയാണ്. അയാം ഹൂ അയാം. അപ്പം നമ്മൾ ആ ആം ഞാനാകുന്നവൻ ഞാനെന്നുള്ളതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ഏത് പേര് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിൽ നമുക്ക്, അതായത് മനുഷ്യൻ്റെ ഡെലിവറൻസിന് വേണ്ടി, മനുഷ്യൻ്റെ ഡെയിലി ജീവിതത്തിൽ അന്നുള്ള ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നാം വിളിക്കുന്ന പേര് ചൊല്ലിക്കൊണ്ട് അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് മക്കൾ മാറി താമസിക്കുന്നു, മക്കൾ എവിടാന്ന് അറിയത്തില്ല. പല അമ്മമാരും വിളിച്ചു പറഞ്ഞു അവരുടെ മക്കൾ എവിടാന്ന് അറിയത്തില്ല. പലരും പറയാറുണ്ട്. ഞാൻ പറയും, എൻ്റെ ദൈവം എൻ്റെ നമ്മൾ മക്കളെ കൊണ്ടൊന്നല്ല വന്നത്. ഭൂമിയിൽ ജനിച്ചപ്പോൾ നമുക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു, ദൈവം തന്ന മക്കളാണ്. ഈ തന്ന മക്കളുടെ ഉടമസ്ഥൻ നീ തന്നെ ആകയാൽ അവരെവിടെ ഇരിക്കുന്നുവോ അവിടെ നിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതിനാൽ യു ആർ ദ വൺ ദ റിഡീമർ. അതായത് എൻ്റെ മക്കളെ വീണ്ടെടുക്കുന്നവൻ നീ. ഐ ആം ദ റിഡീമർ, അല്ല ഞാനാണ് വീണ്ടെടുക്കുന്നവൻ എന്ന് ഞാൻ പറയുമ്പോൾ ഹി ബിക്കംസ് അവർ റിഡീമർ. അതാണ് അവൻ എൻ്റെ മക്കളെ വീണ്ടെടുത്തുകൊണ്ട്, എവിടുന്ന ശത്രുപക്ഷത്തു നിന്ന് വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് കാണും. അപ്പോൾ പേരുകൾ അയാമിൻ്റെ കൂടെ ഏത് പേര് നമ്മൾ ചേർത്ത് വിളിക്കുന്നോ ആ വിളിക്ക് അത് അനുസരിച്ച് ദൈവം നമ്മുടെ കൂടെ പ്രവർത്തിക്കും. അതാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. ഗോഡ് ഈസ് വിത്ത് അസ്, ഹീ ഈസ് നിയർ അസ്, ഹീ ഈസ് എമംഗ് ഹിസ് ഓൺ പീപ്പിൾ. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വഴിയുണ്ട്, പ്ലാനുണ്ട്. നമുക്ക് ചുമ്മാതെ സ്പൊറാഡിക് ഉണ്ടായിരുന്നല്ല. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഡെയിലി ഒരു പ്ലാനുണ്ട്. പിന്നെ ഒന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ വലിയ പ്ലാനുകൾ, വലിയ പ്ലാൻ ചെറിയ കാര്യത്തിൽ നമ്മൾ വലിയ പ്ലാനായിട്ടാണ് ദൈവം കാണുന്നത്. ചെറുത് വലുതും വലുത് ചെറുതായിട്ട് ദൈവം കാണും. അപ്പം നമ്മളെക്കുറിച്ച് അന്നന്ന് ചെയ്യേണ്ടിയ പ്ലാനുകൾ തീർത്തും അത് ദൈവം ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. പക്ഷെ ഒന്ന് നമുക്ക് ചെയ്യാം, വി ക്യാൻ ഡിലേ ഇറ്റ്, താമസിപ്പിച്ച്. ഇന്ന് ചെയ്യേണ്ടത് നമുക്ക് നാളെ മാറ്റാം, അല്ലെ മറ്റന്നാളത്തെ. അത് ചെയ്യിപ്പിക്കും, അത് ദൈവമാണ്. അതുകൊണ്ട് മക്കൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല, അവർ ദൈവത്തെ അറിയുന്നില്ല, ദൈവരാജ്യത്തിന് ഉപയോഗപ്പെടുന്നില്ല പറയാം. നമ്മൾ വെച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇന്ന് ഈ വർഷം വരേണ്ടവൻ, അല്ലെ ഈ ഈസ്റ്ററിന് തിരിച്ചു വരേണ്ടവൻ വന്നില്ലെങ്കിൽ അടുത്ത ഈസ്റ്ററിന് മുമ്പ് അവൻ വന്നിരിക്കും. കാരണം നീ ഡിലേ ചെയ്യുന്നു, എൻ്റെ മക്കൾ തന്നെ ഡിലേ ചെയ്യും, ദൈവമല്ല. ഹി ഗീവ്സ് ദാറ്റ് ഫ്രീഡം. പക്ഷെ ദൈവം മോശ പല പ്രാവശ്യം പറഞ്ഞു നോക്കി, ഞാൻ പോകത്തില്ല. അവിടെ ഞാനല്ലേ നിനക്ക് നാവ് തന്നത്, ഞാനല്ലേ ഫറവോൻ്റെ മുമ്പിൽ പോകാൻ നിനക്ക് ബലം തരുന്നത്. ഞാൻ ജയിച്ച ദൈവം ഈ ദൈവമക്കളെ കൊണ്ടുവന്നത് കണ്ടിട്ടാണ് ഞാൻ നിന്നെ വിടുന്നത്. ആ ഉറപ്പിലാണ് നമ്മുടെ മക്കൾ. നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും കർത്താവേ നീ മുൻപേ പോയിട്ടുണ്ട്, ഇത് വാഗൊണ്ട് പറയണേ, അല്ലെങ്കിൽ സംഭവിക്കത്തില്ല. മനസ്സിലെ ചിന്തകൾ പിശാചിന് കേൾക്കാനൊക്കത്തില്ല. അപ്പോൾ നമ്മൾ ഉറക്കെ വിളിച്ചു. അതുകൊണ്ടാണ് അധികാരത്തോടെ ഒരാൾ, പലപ്പോഴും ഈ കള്ളുകൂടിയന്മാർ പോലും അധികാരത്തോടെ വീട്ടിൽ പറയുമ്പോൾ സാരംഗതി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ നന്മയൊന്നുമല്ല, ഒരാളുടെ ആജ്ഞാ ശബ്ദം സ്വർഗത്തിൽ വലിയ വിലയാണ്.
അത് അവരെപ്പോഴും നന്മയ്ക്കാണ് ഉപയോഗിക്കുമെങ്കിൽ നല്ലതായിരുന്നു. അപ്പം ദൈവത്തിന് അയാം ഹൂ ആയാം എന്നുള്ളത്, ദ നെയിം യഹ്വേ ഡിഫൈൻസ് ഹിംസ് അസ് ഇൻവോൾവ് ഇൻ ഹ്യൂമൻ സ്ട്രഗിൾ. നമ്മുടെ കഷ്ടപ്പാടിൽ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു പേരാണ് യഹ്വേ. ഐ ആം യുവർ റിഡീമർ, ഐ ആം യുവർ ലൈഫ്, ഐ ആം യുവർ വേ, ഐ ആം ദ ട്രൂത്ത്. ഇതൊക്കെ പറയുമ്പം ഏതാണ് നമ്മളെ പൂരിപ്പിച്ച് വെക്കുന്നത്, അതുപോലെ അത് സംഭവിക്കുകയാണ്. നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് ആവശ്യമുണ്ട് ഇവിടെ. യഹ്വേ നെയിം ഈസ് ഫോർ എവർ യൂസ്ഡ് ത്രൂ ഔട്ട് ദി എക്സോഡസ്. പുറപ്പാടിനകത്ത് ഒത്തിരി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേർഡാണ് യഹ്വേ, ഐ ആം ഹൂ. YHVH YHWH എന്ന് എഴുതുമെങ്കിലും YHVH എന്നാണ് അവരെഴുതുന്നത്. അപ്പം യഹ്വേ നെയിം ഈസ് ഫോർ എവർ യൂസ് ത്രൂ ദി എക്സോഡസ് ഈവൻ വിത്ത് സാൽവേഷൻ ആൻഡ് ലിബറേഷൻ. നമ്മുടെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പേരാണ് ഇത്. യെശയ്യാ 7:14 മത്തായിയുടെ സുവിശേഷം 1:23, സങ്കീർത്തനം 145:18, 107:13, 25:11, ഇങ്ങനെ പലയിടത്തെ ഈ പേര് കിടപ്പുന്നുണ്ട്. അപ്പോൾ ദ നെയിം ഓഫ് ജീസസ് as an echo of the name Yahweh. Jesus, Yahweh, Yahweh, Jesus. Yahweh, യഹോവ, യേശു എന്ന പേരിൻ്റെ സിമിലാരിറ്റി ഉണ്ട്. ഹീ വിൽ സേവ് ഹിസ് പീപ്പിൾ ഫ്രം ദെയർ സിൻസ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് അവൻ നമ്മളെ രക്ഷിക്കും. He will save his people. അപ്പോൾ the name Yahweh resonates with covenant. ഉടമ്പടിയോട്, അതായത് ഞാനാണ് നിന്നെ വിട്ടതെങ്കിൽ ഞാനത് പൂർത്തീകരിക്കും, ഞാനത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. അതാണ് കവനന്റ് കീപ്പിംഗ് ഗോഡാണ്. പുറപ്പാട് 6:6 വരെ ഐ വിൽ ബി യുവർ ഗോഡ്, യു വിൽ ബി മൈ പീപ്പിൾ. ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ് നെയിം ഒക്കേഴ്സ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പേരാണ് ഐ ആം ഹൂ ഐ ആം, യഹ്വേ. 6,828 ടൈംസ്, 6,828 പ്രാവശ്യം യഹ്വേ എന്നുള്ള പേര് ഉപയോഗിച്ചിരിക്കുന്നു. about 700 times in Psalms. സങ്കീർത്തനത്തിൽ തന്നെ 700 പ്രാവശ്യം യഹ്വേ, ഗോഡ് ഹൂ ഐ ആം. അപ്പം നമ്മൾ ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുണ്ട്, മക്കളുടെ കൂടെയുണ്ട്, ഭർത്താവിന്, നമ്മുടെ എല്ലാ ആവശ്യത്തിനും. അതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാണ്. നിൻ്റെ നാമം എന്ന് പറയുന്നിടത്ത് യഹ്വേ, നമ്മൾ എലോഹിം ഗോഡ്, രണ്ടാമത്തെ യഹ്വേ രണ്ടാമത്തെ പേര്, അടുത്ത പേര് അബ്ബ ഫാദർ, അടുത്ത ദിവസം അതെടുക്കാം. കാരുണ്യവാനായ ദൈവമേ, എൻ്റെ പല പേരുകളെ സ്തുതിക്കാൻ തക്കവണ്ണം ഡീറ്റെയിൽഡായിട്ട് പേരുകളുടെ മഹത്വത്തെ പഠിപ്പിക്കുമ്പോൾ യഹ്വേ, ഐ ആം ഹൂ ഐ ആം, ഞാനാകുന്നവൻ ഞാൻ എന്ത് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, എൻ്റെ അന്നുള്ള ജീവിതത്തിൻ്റെ ആവശ്യത്തിന്, യു ആർ മൈ കിങ് ഓഫ് കിങ്, യു ആർ ദ ലോർഡ് ഓഫ് ലോർഡ്സ്, യു ആർ മൈ വോറിയർ, you are the soldier, you are the rear guard, you are the front guard, you are the rock. എന്താണ് you are the redeemer? എന്താണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ചേർത്തുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ആ പേരിന് ഉചിതമായിട്ട് അവിടുന്ന് എഴുന്നള്ളി വന്നിട്ട്, കർത്താവേ, നീ ഞങ്ങളെ ബലപ്പെടുത്തി ദിനം പ്രതി ജയജീവിതം നയിക്കാൻ പഠിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ആർമർ ഓഫ് ഗോഡ്, അതായത് രക്ഷയുടെ ശിരസ്ത്രം ഇടണം. കർത്താവേ, ഞങ്ങൾ സർവായുധവർഗം ധരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ആരുടേതാണെന്ന് മനസ്സിലാക്കാതെ എങ്ങനെ നിന്നെ ധരിക്കാൻ നോക്കും. അപ്പച്ചൻ്റെ സാന്നിധ്യം ഇവിടെ അതിശക്തമായിട്ട് നിൽക്കുന്നതിനാൽ നിൻ്റെ പേരിനെക്കുറിച്ച് ശക്തമായിട്ട് പറയുന്ന കേൾക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതിന് നന്ദിയോടെ വരും. പലപ്പോഴും ഞങ്ങളുടെ പേരിൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി ഞങ്ങൾ കിടന്നുകൊണ്ട് ഓട്ടമാപ്പിച്ച ഇതിൽ അഞ്ചലോട്ടം പോലെ കുതിരപ്പുറത്ത് കയറി ഓട്ടത്തോടെ ഓട്ടം നമ്മുടെ പേര് പ്രശംസിക്കാൻ, അല്ല നിൻ്റെ പേര് പ്രശംസിപ്പിക്കാൻ എത്ര പേര് ഓടുക. പക്ഷെ ഗോഡ്, ഐ ആം ഹൂ ഐ ആം, യഹ്വേ, ഞാനാകുന്നവൻ ഞാനെന്ന് മോശയെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിശയങ്ങളുടെ പുറത്ത് അതിശയങ്ങൾ, 10 വലിയ അതിശയങ്ങൾ, 10 കൽപ്പനകൾ കൊടുത്തവൻ, 10 അതിശയങ്ങൾ ഫറവോൻ്റെ മുമ്പിൽ കാണിച്ച് തൻ്റെ ജനതയെ രക്ഷിച്ചവൻ, സകല സമ്പത്തും അവരിന്ന് കൊള്ളയാക്കി എടുത്തുകൊണ്ട് പോയിപ്പിച്ചവൻ, ആ ഫറവോൻ്റെ ഡൈനാസ്റ്റിയെ മുഴുവൻ ഇല്ലാതാക്കിയവൻ, തൻ്റെ ജനത്തെ
ബലമുള്ള ഭുജം കൊണ്ട് ശത്രുപക്ഷത്തു നിന്ന് ജയിപ്പിച്ചു കൊണ്ടുവന്നവൻ, കനാൻ ദേശം കൊടുത്തവനായ ദൈവം എൻ്റെ കുടുംബത്തിന് നമ്മുടെ ആവശ്യങ്ങളുടെ മുമ്പ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം യഹോവേ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിരിക്കുന്നതിന് സ്തോത്രം. കടങ്ങളും ഭാരങ്ങളും ബാധ്യതകളും എല്ലാം ഈ യഹോവേ പരിഹരിച്ചു തരുന്നവനാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ കയ്യിലേക്ക് വിഷയമേൽപ്പിച്ചു, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ട്. ബുദ്ധിപരമായ ബന്ധനങ്ങളിൽ മനുഷ്യൻ സുബോധമില്ലാതെ അന്ധകാരശക്തിക്ക് അടിമത്തത്തിൽ കഴിയുന്നവരെ ലിബറേറ്റ് ചെയ്ത് കൊണ്ടുവരണമേ. ആത്മാവിൻ്റെ ദാരിദ്ര്യ അവസ്ഥ മനസ്സിലാക്കി ഈ ശക്തനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.